സമാധാനമായി മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്. മുറിയിലെ കടവ് പറ്റി പഠിക്കട്ടോ. നീ കയ്യൊന്ന് അഴിക്കാൻ. I'm not
ആ മുറിയിലിട്ട് തളവും വെച്ച് കൂട്ടിയിട്ടിരിക്കല്ലായിരുന്നു. തളം എന്തോന്നായി പറയുന്നത്? ഏത് മുറിയിട്ട് പൂട്ടിയെന്ന് ഇവിടെ ആര് കൊടുത്തു വിട്ടു? ആ മുറി ഇപ്പോഴും പൂട്ടി തന്നെ ആണല്ലോ കിടക്കുന്നത്. ശരിയാണല്ലോ, താക്കോൽ എന്റെ കയ്യിലുണ്ടല്ലോ. ഇത്ര അതിശയമായിരിക്കുന്നു. ഇതാ മോനെ, എന്റെ മോനെ, നിനക്ക് പുറത്തിറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ തുറന്നു വിടുകയില്ലായിരുന്നു. ഈ കമ്പി വളച്ച് നിന്റെ ശരീരം ക്ഷീണിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഏണ്ടേ, നിന്റെ കയ്യിൽ കെട്ടിരുന്ന തുണി എന്റെ ഇത്. ഓഹോ, അപ്പൊ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? സത്യം പറയണം, ഈ കമ്പി ആരാ വളച്ചത്? എന്തിനാണ് അവരോട് ചോദിക്കുന്നത്? നീ തന്നെ വളച്ച് പുറത്തിറങ്ങിയതല്ലേ? ഓ, ഇതൊരു ബലമുള്ള കമ്പിയായിരുന്നു. ഇവരിത് വളയ്ക്കാൻ എന്ത് ബലം പ്രയോഗിച്ചു കാരണം? അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മോനെ, നിന്നെ തളം വെച്ച് മുറിയിലിട്ട് പൂട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. അമ്മ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്റെ നാരായണ, തളം വെച്ചിട്ട് എന്റെ കുഞ്ഞിനൊരു കുറവില്ലല്ലോ ഈശ്വര. ഒരു തളം മണ്ണാൻ കഴിയും. പാതിരാത്രി പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? കൊച്ചേമാന് രാത്രി മുതലും അറിയാതെ ആയല്ലേ. ദൈവമേ, ഗോപാല, എടാ എന്റെ റിവോൾവർ ഇവിടെ. ഇവിടെ ഇട്ടിരുന്ന യൂണിഫോം ഇവിടെ. അതല്ലേ കൊച്ചേമാൻ ഇട്ടിരിക്കുന്നത്. എടാ, ഇന്നൊരു യൂണിഫോം ഇല്ലേ ഞാൻ ഇവിടെ ഇട്ടിരുന്നത്? അത് എവിടെയാണോ ചോദിച്ചത്? അയ്യോ, അതാണ് കൊച്ചേമാൻ ഇട്ടിരിക്കുന്നത്. എന്റെ പൊന്നു മോനെ, അവനെ വിട്. നിന്റെ അമ്മയാ പറയുന്നേ, അവനെ വിട്. എന്റെ യൂണിഫോം ആരെടുത്തെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഇടാ മോനെ, നിനക്ക് ഓർമ്മക്കുറവാണ്. ഓർമ്മക്കുറവ്. ഓഹോ, ഓർമ്മക്കുറവ്. കുറച്ചുനാളായാലും ഇതെല്ലാം തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും എന്റെ ഇൻസ്പെക്ടർ ഉദ്യോഗം തുലയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്കൊന്ന് മത്സരിച്ചു കളയാം. ഇനി ഒട്ടും സമയം കളയണ്ട. ചെറുക്കനെ നല്ലപോലെ ചികിത്സിക്കണം. എടി, നമുക്ക് അളിയനെ കൂടി വിവരമൊന്നും അറിയിക്കണ്ടായോ? പിന്നെ വേണ്ടായോ? എടാ ഗോപാല, നീ ചെന്ന് അളിയൻ ഉടനെ ഇവിടെ വരാൻ പറ.